നമ്മളിനി എവിടെ പോയി നോക്കും? താൻ ടെൻഷനാവാതെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. എന്താ അവിടെ ഒരു ആൾക്കൂട്ടം? അയ്യോ, ദേ അർച്ചന. അച്ഛോ, അർച്ചന, എന്താ ഇത്? എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നേ? ആരാ അഴിക്കുന്നത്? ഇവിടുന്നേ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ശ്രമിച്ചാണ് അവളെ കെട്ടിയിട്ടത്. പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ വരും. അങ്ങനൊന്നും അല്ല, ഇതെന്റെ ഭാര്യ. അത് ശരി. അപ്പം ഭാര്യയും ഭർത്താവും കൂടിയാ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇറങ്ങിയത് അല്ലേ? നിങ്ങൾ ആരും കരുതുന്ന പോലെ ഇവള് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതൊന്നും അല്ല. ഇവൾ എന്റെ സഹോദരിയാ. ഈ നിൽക്കുന്നത് ഇവളുടെ ഭർത്താവും. നഷ്ടപ്പെട്ട കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ് വിശ്വസിക്കണം. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയാണിത്. മാനസിക നില തെറ്റിയ ഈ പാവത്തിനെ ഇങ്ങനെ കെട്ടിയിട്ടത് വളരെ മോശമായിപ്പോയി. ഞങ്ങള് പറഞ്ഞ സത്യമാണ്. ഞങ്ങള് എടുത്തു വളർത്തിയ കുട്ടിയെ ഇന്നലെ പോലീസ് കൊണ്ടുപോയി. ആ വെപ്രാളത്തില് രാവിലെ കുട്ടിയെ കാണാൻ ഇറങ്ങിയതാ ഇവള്. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകനാ ഞാൻ. ഇതെന്റെ ഭാര്യയാണ്. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. നിങ്ങൾ പറഞ്ഞ സത്യമാണോ? നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മകനാണോ നിങ്ങൾ? ആ, അതെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. ദയവ് ചെയ്ത് നിങ്ങൾ പോലീസിനെ വിളിക്കരുത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇവള്. ദയവ് ചെയ്ത് ഇവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണം. നിങ്ങൾക്കുണ്ടായ എല്ലാ വിഷമത്തിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ അങ്ങ് പോയാലെങ്ങനാ? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി പോലീസ് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി. നിങ്ങളും ഒരു സ്ത്രീയല്ലേ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട നിങ്ങൾക്കത് സഹിക്കാൻ പറ്റും. നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ പെരുമാറില്ലേ? അർച്ചന, വാ. എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ വരില്ല. അർച്ചന, അർച്ചന, മോളെ. എന്തായാലും നെല്ലിശ്ശേരിയിലെ മകനും മരുമകളും ആണെന്നല്ലേ പറഞ്ഞത്? സത്യമായിരിക്കും. അർച്ചന, അർച്ചന നിക്ക്. അർച്ചന, നീ ഇതെവിടേക്കാ പോകുന്നേ? വാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. അനുവേട്ടാ, അവളില്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല.